പൊട്ടിക്കരയുന്ന കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്രം എന്ന ടൈറ്റിലിൽ ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ ലക്കം മനസുഖം മാസികയിലുണ്ട്. മേനോൻ സാർ മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ചന്ദ്രിക ചന്ദ്രമോഹനോ? അതാരാ? സോറി സാർ, ബിസിനസ് സീക്രട്ടാണ്. സാറിനോടായതുകൊണ്ട് ഞാനത് തുറന്നു പറയാം. എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ. വണ്ടി പോട്ടെ. മിസ് ചിന്നമ്മയല്ലേ? മിസ് ചിന്നമ്മയല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. എന്നെ മനസ്സിലായോ? ആരോഗ്യ യാസാമി. എന്ത് പറ്റിയതാ? പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായ ഒരു നേതാവാ. മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി. ഇപ്പൊ ഗ്രൂപ്പിന്റെ കാര്യമേ വായി വരൂ. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. അല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ എന്താ ഇവിടെ? ഡോക്ടർ ഗോൺസാൽവോ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഒരു മനോരോഗ പ്രശ്നം പറയാനാ. അദ്ദേഹം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. മാങ്കുട്ടി സാറിനെ കാണാൻ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു. എന്നെ കാണാനോ? നിനക്ക് ആള് തെറ്റിയാവും. അല്ല, അന്ന് നമ്മൾ കോളേജിൽ എത്തിയേണ്ട ചിന്നമ്മയില്ലേ, അവരാ കൺസൾട്ടിങ്ങിന് വന്നതാ. അവരോട് ഇങ്ങോട്ട് വരാൻ താൻ എന്തിനാ പറഞ്ഞു? പിന്നെ എങ്ങോട്ട് വരാൻ പറയും? ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ്സല്ലേ കൊടുത്തിരിക്കുന്നത്. എന്നെ കൊണ്ടാ വേഷം കെട്ടിച്ചത് സാറ് തന്നെയല്ലേ? വേലിരുന്ന് പാമ്പിനെ പിടിച്ചു. കോളേജിൽ പറഞ്ഞയക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും ഈ മുറിയിൽ നിന്ന് തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല. ഈ മുറി തന്നെ വേണോന്ന് ആര് പറഞ്ഞു? വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ഡോക്ടറുടെ മുറി എന്നാലും മതി. നമ്മുടെ VIP മുറി ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാലോ? എവിടെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്ക്. ഡോക്ടർ ഗോൺസാൽവോസ് റൂമിലുണ്ട്, ചെല്ലാൻ പറഞ്ഞു. ശരി. മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. അതെ, ഇരിക്കൂ. ചിന്നമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ? പ്രശ്നം എനിക്കല്ല, ഹസ്ബൻഡിനാ. എന്നാ ഹസ്ബൻഡിനെയും കുട്ടി വരായിരുന്നില്ലേ? അയ്യോ, അത് ഞാൻ അറിയാതെയാ വന്നത്. അറിഞ്ഞാ പിന്നെ അത് മതി. രോഗവിവരങ്ങൾ പറഞ്ഞ മരുന്നെന്തെങ്കിലും തരാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത്. എന്റെ ട്രീറ്റ്മെന്റിൽ ഇഞ്ചക്ഷനും സിസേറിയനും ഒന്നും യാതൊരു സ്കോപ്പുമില്ല. ഹോപ്പ്ലെസ് ആയ രോഗികളുടെ മാനസിക വ്യാപാരങ്ങൾ അപഗ്രഥിച്ച് സമീപനങ്ങളുടെ വ്യത്യസ്തതയിലൂടെ സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ചിഹ്നം ആ കിടുതാപ്പ് അവിടെ വയ്ക്കൂ. ആദ്യം രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ? ഒക്കെ ഞാൻ പറയാം. I got it. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയാറ്. ആർക്കിട്ടും പാര വയ്ക്കരുതേ എന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരയല്ല ഈ പാര. ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്, ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ. ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോ വാലടച്ച് കുറ്റിയിടണം. അങ്ങനെയാണ് ചെയ്യാറ്. അതിനകത്ത് കയറിയ ഉടനെ ഞാൻ കുറ്റിയിടും. ഇതകത്ത് കയറ്റണ്ട, അതിന് മുമ്പ് കുറ്റിയിടണം. എന്റെ കർത്താവേ. കർത്താവല്ല, ഭർത്താവ്. എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത്. മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. എന്റെ ഈശോയെ, എനിക്ക് പേടിയാ. ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത്. ഇത് തുടർന്നാൽ ഡെലൂഷൻ, ഇല്യൂഷൻ എന്നിവ ഡെവലപ്പ് ചെയ്യും. ഇത് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനമാണ് ഞാൻ പേഷ്യൻസിന്റെ അടുത്ത് വെച്ച് പുലർത്താറുള്ളത്. എന്നാലും സ്വന്തം ഭർത്താവിനെ, പിന്നെ അടുത്ത വീട്ടിലെ ഭർത്താവിനെ വെളിയിലാക്കി വാലടയ്ക്കാൻ പറ്റുമോ? എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അത്ര മടി? ഒരു കാര്യം ഞാൻ പറയാം, ഈ വാതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ വാതിലാണ്. ധൈര്യമായിട്ട് അടച്ചോളൂ. ക്ലോസ് ദ ഡോർ. ഇവിടെ ചാത്തോ? എടി മൊട്ടക്കാരൻ കുട്ടപ്പന്റെ മോളെ, എടി വാതില് തുറക്കാൻ, ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കടി വാതില്, വാതില് തുറക്കടി, ചവിട്ടി പൊളിക്കും. തുറക്കാൻ പറ്റിയല്ല. പറ്റുമല്ലേ? എടി ഇത് ഞാനാ, നിന്റെ കഴുത്തെ കുരിശ് കെട്ടിയോ? തുറക്കടി, ഏത് ഒടയതമ്പുരാനാണേലും കള്ളും കുടിച്ചോണ്ട് വന്നാൽ ചിന്നമ്മ വാതില് തുറക്കുകയല്ല. മനുഷ്യർക്ക് മനസമാധാനായിട്ട് കിടന്ന് ഉറങ്ങണം. മനുഷ്യരോ? അത് ശരി. അപ്പൊ ഞാൻ എല്ലാ സമയത്തും മനുഷ്യന്മാരെ കിടത്തി അകത്ത് കിടത്തിരിക്ക അല്ലേ? ഇറക്കി വിടുക നിന്റെ കള്ള കാമുകനെ. എന്റെ ഈശോയെ, ഇത് എന്നതായി പറയുന്നത്? നിന്റെ സകല കള്ളത്തിനങ്ങൾ ഇന്നത്തത് കൊണ്ട് ഞാൻ പൊളിക്കും. തുറക്കാൻ. നാട്ടുകാരെ വിളിച്ചു കൂട്ടി തൊണ്ടി സഹിതം പിടിപ്പിക്കുന്നതിന് മുമ്പ് മാനം വേണമെങ്കിൽ മര്യാദയ്ക്ക് തുറക്കാൻ. എന്റെ മാതാവേ.
അജ്ഞാത ഫോണിന് പിന്നിൽ പ്രവർത്തിച്ച അഭ്യുദയകാംക്ഷി ആരാണെന്ന് ഞാൻ പറയാം. ആരാ? ഇന്നരയെ വിവാഹം കഴിക്കാനായി റിക്വസ്റ്റ് ചെയ്ത് പരാജയമടഞ്ഞ ഏതെങ്കിലും കോളേജ് മേറ്റ്സ് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യോ? നരിച്ച്. വിപ്രദോഷം പറയാതറ. അപ്പൊ പിന്നെ അഭ്യുദയകാംക്ഷി എന്ന വേഷം കെട്ടാൻ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ശത്രുവോ? എനിക്കങ്ങനെ ആരും ശത്രുക്കൾ ഇല്ലല്ലോ. ഉണ്ടല്ലോ, കറിയാച്ചൻ. അത് അങ്ങനെ വാക്ക് ഇംഗ്ലീഷ് ഇല്ല. കുത്തി കുത്തി നീ മുറത്തെ കയറി കൊത്തുവരണം. ഏത് മുറം? നിനക്കൊന്നും അറിയില്ലല്ലേ? ഒരു അഭ്യുദയകാംക്ഷി. ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിയുന്ന നിനക്ക് ഇഷ്ടാവണ്ടല്ലടാ. ദേ ഞങ്ങളുടെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ, അടിച്ച് നിന്റെ മുട്ടിയെ ഓടിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കരുതെന്നല്ലേ? എന്റെ മുട്ട തല്ലി ഒടിച്ചിട്ട് എന്റെ ഭാര്യയോടൊപ്പം നിനക്ക് പൊറുക്കണം. ആരാരുടെ മുട്ട തല്ലി ഒടിക്കുമെന്ന് നമുക്ക് കാണാം. വരൂ, കമ്മിങ്. ഇങ്ങോട്ട് സിറ്റ് ഡൗൺ. ഇരിക്കൂ. ആ പിന്നെ അണ്ണാമാരെ അവിടെ വെക്കൂ. പേഷ്യൻസ് മാത്രം ഇവിടെ ഇരുന്നാ മതി. അറ്റൻഡേഴ്സിനെ ആവശ്യമുള്ളപ്പോ വിളിക്കാം. ആ, ഫസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കള്ളക്കാമുവിനകത്തുള്ളത് കൊണ്ടാണ് വാതിൽ തുറക്കാത്തതെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാനം പോവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. സാരമല്ല, നമുക്ക് സമീപനം മാറ്റാം. സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നതാ? സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി, അതായത് വശീകരണ തന്ത്രം. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. അതിന് എന്നാ ചെയ്യണം? ആദ്യം ഈ ചിണുകൾ ഉപേക്ഷിക്കണം, എന്നിട്ട് പുഞ്ചിരിക്കണം. കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതൊട്ട് തലയിൽ മുല്ലപ്പൂവും ചൂടി ചിന്നമ്മ വീണ്ടും ഒരു മണവാട്ടിയാകണം. ഞാൻ വീണ്ടും ഒന്ന് കെട്ടണോന്നോ? നോ, മണവാട്ടിയെ പോലെ അഭിനയിക്കണമെന്ന്. ആദ്യ രാത്രിയിലേതെന്ന പോലെ കറിയാച്ചനെ മോഹിപ്പിക്കണം. കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി, പ്ലേറ്റിൽ 1 കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ. ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് സാർ. ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ സ്വാമി, മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഡോണ്ട് ബി എ പെസിമിസ്റ്റ്. ആത്മവിശ്വാസം കൈവടിയരുത്. ഇതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാനുള്ള സന്മനസ് അവള് കാണിക്കുന്നില്ലല്ലോ. കുട്ടിക്കാലിന്റെ സ്നേഹമുള്ളിടത്ത് പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു ചെറിയ മഞ്ഞുതുള്ളി മതി. ഇല്ലേ മാങ്കുടി സാറേ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഡോണ്ട് വറി മിസ്റ്റർ നന്ദു, ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് തരാം. അട്ടിപ്പ ഉടയ്ക്കടാ. ഏയ് ഞാനെടുത്തില്ല. വെക്കടാ. ഇതാരാ നന്ദഗോപാലൻ സാറോ? എടാ മാത്തുക്കുട്ടി, ഞാൻ അപ്പോഴേ പറഞ്ഞോടാ തേടിയ വള്ളി ബാറി ചുറ്റൊന്ന്. ആ ചുറ്റ കണ്ടോ? നീ കടയിൽ വന്ന് വെല്ലുവിളിച്ചെന്ന് കേട്ടല്ലോ. ആ നിൽക്കുന്നവനെ അടിച്ചവന്റെ ഷേപ്പ് മാറ്റി. ബാക്കി കാര്യം ഞാൻ അല്ല, പാറയപ്പറമ്പന്മാരെ വെല്ലുവിളിച്ചിട്ട് പുല്ലുപോലെ അങ്ങ് പോയാലോ? ഇതാരാ? ഗുണ്ടകളെ കൊണ്ട് തല്ലാവുന്നതാണോ? അടിച്ച് താഴ്ക്കണല്ലേ? അയ്യോ,
എന്നെ കൊല്ലുന്നു. അയ്യോ എന്നെ, അയ്യോ. എന്റെ ബ്രൂസിലെ കളിയാ ഞാൻ പാവാ. എന്നെ കൊല്ലരുത്. ഇന്നലെ ഓടി വാണിവിനെ പിടിച്ച് പൂട്ടടി. അയ്യോ അയ്യോ ആരും എന്നെ പൂട്ടോ. ഞാൻ പാവാ. അയ്യോ ഞാൻ പാവാമേ. ഞാൻ അയ്യോ വഴിയില്ലല്ലോ ഓടാൻ. ആ വഴി കിട്ടി. സോറി, വീട് മാറി. കറിയേട്ടാ, ആഹാ നീയാണ്. അയ്യോ എന്റെ ഈശോയെ, ഇത് എന്നെ പറ്റി? പറ്റിയതല്ല, തെറ്റിയതാ. തെറ്റിയതോ? ആ നാളെ തെറ്റി. ചേട്ടൻ വാ, ഇരിക്കു ചേട്ടാ. ചേട്ടാ, ഏയ്. എന്താ ബ്രാൻഡിയാണ് ചേട്ടാ. ചേട്ടന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എങ്ങനെയുണ്ട് കൊച്ചേട്ടാ? ഫോട്ടോസ് ഒക്കെ കൊള്ളാം. ആരാ കൂട്ടത്തിലൊരു സുന്ദരക്കുട്ടപ്പൻ? അതാ നന്ദു സാറ്. പുള്ളിക്കാരന്റെ സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്തത്. എന്നതാ? അല്ല, പാട്ടൊക്കെ ട്യൂൺ ചെയ്ത ഞങ്ങളുടെ ഇംഗ്ലീഷ് ലെക്ചറാ. പാട്ടും കൂത്തൊക്കെ കൊള്ളാം. പക്ഷെ ഉത്തര ക്ലാസ് വരുമ്പോ വട്ടപൂജ ആണെങ്കിലേ ചേട്ടൻ നിന്നെ തോലുച്ച് ഷീറ്റാക്കി മാറ്റും. പറഞ്ഞേക്കാം. ആ പോയിരുന്ന് പഠിക്കേ. എന്നതാടാ എല്ലാരും കൂടെ? കാശ് കിട്ടിയില്ലേ? കിട്ടിയില്ല. കാശ് ചോദിക്കാൻ ചെന്ന നമ്മുടെ മാനേജറെ ആ ശ്രീധരനും കൂട്ടരും വർഷാപ്പിൽ തടഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളോട്ട് പോയില്ലേ? എന്താ വേണ്ടതെന്ന് വല്യേട്ടനോട് ചോദിക്കാമെന്ന് വെച്ചാ. വലിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. വാ നമുക്ക് പോവാം. വലിയ മുതലാളിയില്ലേ? ഇവിടെ ഇല്ലല്ലോ. എന്താ ജോയി? കൊച്ചു മുതലാളിമാരും ശ്രീധരന്റെ ആൾക്കാരും തമ്മിൽ വർക്ക്ഷോപ്പില് പൊരിഞ്ഞടിയാ. വലിയ മുതലാളി എന്തേ? അയ്യോ, ആൾ എസ്റ്റേറ്റിലാണല്ലോ. ഞാൻ ഉടനെ ഫോൺ ചെയ്യാം.
കുഞ്ഞേ ഒന്നുകളെ ഞാൻ ആ കേട് നിർത്തരൂ. Understand? Be careful. എന്തായി കാണിക്കുന്നേ? മദ്യപിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? പുറത്തിറങ്ങ്. മൈ ഗോഡ്, ഐ സേ ഗെറ്റ് ഔട്ട്. Stop it.